അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഞങ്ങൾ ജിമ്മിൽ പോവാണ്. സോ ഞാനിപ്പോൾ റീസെൻ്റ്ലി ജിമ്മിൽ ജോയിൻ ചെയ്തതേ ഉള്ളൂ. നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തിനാണ് ജിമ്മിൽ ചേർന്ന് ഈ ഓൾറെഡി മെലിഞ്ഞ് തൊലിഞ്ഞിരിക്കുന്ന ഞാൻ. വെയിറ്റ് ഗെയിൻ ചെയ്യാനും നമുക്ക് ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാനായിട്ട് സഹായിക്കും. അപ്പം ഞാൻ പണ്ട് ഇതുപോലെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്, കുറച്ച് വെയിറ്റ് കൂടിയിട്ടുണ്ട്. പക്ഷേ എനിക്കിപ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എൻ്റെ ട്രെയിനർ അടിപൊളിയായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ടൈമിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ്. അതായത് ഞാനിവിടെയും നാട്ടിലുമാണ്, അപ്പം പുള്ളി നാട്ടിലുമാണ്. ഞാനിവിടുന്ന് വൈകുന്നേരം എനിക്ക് ചെയ്യാൻ ഏറ്റവും സുഖമുള്ളത്, അപ്പോൾ അവിടെ പാതിരാത്രിയാവും. സോ ആ ഒരു പ്രശ്നം കൊണ്ട് അപ്പം കുറച്ചൊരു വെയിറ്റ് ട്രെയിനിങ്ങിനെ പറ്റിയൊക്കെ എനിക്ക് അറിയാവുന്നതുള്ളത് കൊണ്ട് ഞാൻ തന്നെ പോയി ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ അരൂട്ടൻ ഓൾറെഡി ഹെൽപ്പ് ചെയ്യാനായിട്ടുണ്ട്. ഇപ്പം നവംബർ ഒരു പകുതി ആയിട്ടുണ്ട്. സോ ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ന്യൂ ഇയർ ആകുമ്പോഴത്തേന് റുട്ടീൻ സെറ്റാക്കി എടുക്കുക എന്നുള്ളൊരു പ്ലാനിലാണ് ഞാനിപ്പം ഇതൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. പിന്നെ വിൻ്ററാണ്. വിൻ്ററിൽ ഭയങ്കര മടി പിടിക്കും, ഒന്നും ചെയ്യാൻ പറ്റാതെ വരും. അപ്പം ഇപ്പം വിൻ്റർ തണുപ്പൊക്കെ തുടങ്ങിയതേ ഉള്ളൂ. ബോഡിയൊക്കെ ഒന്ന് സെറ്റായി വന്നു കഴിഞ്ഞാൽ അപ്പം വിൻ്ററിനെ നമുക്ക് തരണം ചെയ്ത് ഭയങ്കര ഡിപ്രഷൻ ആവുന്നൊരു സമയമാണ് വിൻ്റർ എന്ന് പറയുന്നത്. ഇവിടെ സൺലൈറ്റ് ഒന്നുമില്ല. അപ്പം ആ ഒരു സമയമാകുമ്പോഴത്തേനും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ ഒരു ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവാം. ഞാൻ നേരത്തെ എഴുന്നേൽക്കുന്ന ഒരാളായി വരുന്നുണ്ട്. കാരണം ഇതിന് മുന്നത്തെ പണ്ടത്തെ, അത് ഞാൻ നാട്ടിൽ പോകുന്നതിന് മുന്നേ ഉള്ള വ്ളോഗിലൊക്കെ കാണിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ എഴുന്നേറ്റ് വായനയൊക്കെ ശീലമാക്കാൻ തുടങ്ങിയ ഒരാളാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സിനും അറിയാം, രാത്രി 10 മണിയാകുമ്പോൾ എനിക്ക് ഉറക്കം വരും. ഞാനതെന്നെ ശീലിപ്പിച്ചുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഉറക്കം വരുന്നത്. രാവിലെ 10 മണിയാകുമ്പം എവിടെയാണേലും എന്ത് പാർട്ടിയാണെന്ന് പറഞ്ഞാലും ഞാൻ അവിടെ ഇരുന്ന് ഉറങ്ങും. എല്ലാവരും എന്നെ കളിയാക്കാറുണ്ട്, പക്ഷേ എനിക്കത് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം രാത്രി 10 മണി 10:30 മാക്സിമം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രാവിലെ ഇപ്പം അലാം വെക്കാതെ തന്നെ ഞാൻ എഴുന്നേക്കാൻ തുടങ്ങി. ചിലപ്പം 5:30, 5:45, 6 മണി ആ ഒരു ടൈമിൽ അലാറം അടിക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ കണ്ണ് തുറന്ന് എഴുന്നേക്കാറുണ്ട്, വിച്ച് ഈസ് എ വെരി ഗുഡ് തിങ്. അപ്പം തന്നെ നമുക്ക് കുറച്ച് ദിവസത്തിന് നീളം കൂടുതലുള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള കുറച്ച് ശീലങ്ങളൊക്കെ ഞാനിപ്പം വളർത്തിയെടുത്തുകൊണ്ട് വരുന്നുണ്ട്. അതിൻ്റെ കൂടെയുള്ള ഒരു സംഭവമാണ് ഈ ജിമ്മിൽ പോക്കെന്ന് പറഞ്ഞത്. അപ്പം പിന്നെയുള്ളത്, ഞാനൊരു വിഷൻ ബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം എൻ്റെ വിഷൻ ബോർഡ് നിങ്ങളെങ്ങനെയാണ് കാണിക്കുന്നത്. വിഷൻ ബോർഡ് ഞാൻ പഠിച്ചെടുക്കാൻ തന്നെ കുറച്ച് സമയം എടുത്തു, എന്താ സംഭവം എന്നുള്ളത്. വിഷൻ ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2025 എനിക്ക് വേണ്ട കാര്യങ്ങൾ, എനിക്ക് കുറച്ച് ഗോൾസ് ആൻഡ് വിഷൻസ് ഉണ്ട്. അപ്പം അതൊക്കെ എന്താണെന്നുള്ളത് ഞാനൊരു കൊളാഷ് ചെയ്ത് ഞാൻ ഇനിയിപ്പോൾ ആൾക്കാർക്ക് പ്രിൻ്റ് എടുത്ത് വെക്കാറൊക്കെ ഉണ്ട്. ഞാനത് ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. കാരണം നമുക്കതൊരു മോട്ടിവേഷൻ പോലെ, നമ്മൾ ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ മടി പിടിച്ചിരിക്കുന്ന സമയത്ത് അതൊക്കെ കാണുമ്പം ഇതൊക്കെ അച്ചീവ് ചെയ്യണ്ടേ എന്നുള്ളൊരു ഒരു മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടിയാണ് ആൾക്കാർ പൊതുവെ വിഷൻ ബോർഡൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ തിരിഞ്ഞു നോക്കുമ്പം നമുക്ക് നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ നടന്നു എന്നുള്ളൊരു കാര്യം കൂടെ വരും. നമുക്ക് നാളെ പോലും എന്താ സംഭവിക്കുന്നത് അറിയാൻ പറ്റത്തില്ല. പക്ഷേ ഇങ്ങനെയൊരു കാര്യങ്ങളുള്ളപ്പോൾ നമ്മൾ അതിനുവേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കും അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. മേ ബി അത് നടക്കത്തില്ല, പക്ഷേ നടക്കത്തില്ലാത്തത് പല റീസൺ കൊണ്ടായിരിക്കും, അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ മടി എന്നുള്ളൊരു ഫാക്ടർ എൻ്റെ മാറ്റണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുന്നത്. സോ അപ്പോൾ എന്തായാലും നമുക്ക് ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്തിട്ട് ബാക്കി വിശേഷം കാണാം. ഇന്ന് ഒരു അടിപൊളി വർക്കൗട്ട് സെഷൻ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നല്ല കൈവേദനയുണ്ട്. അപ്പോൾ ഇനിയിപ്പം കുറച്ച് ചില്ലറ ഷോപ്പിംഗ് ഉണ്ട്. ഷോപ്പിംഗ് മെയിനായിട്ട് നമ്മൾ ഫുഡ് ഐറ്റംസ് മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഷോപ്പിങ്ങോടെ കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇന്നത്തെ ഈ ഔട്ടിങ് പുറത്തുള്ള പരിപാടികൾ കഴിഞ്ഞു. ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് കുക്കിങ്ങും ബാക്കി പരിപാടികളൊക്കെയാണ്. സോ നമുക്ക് സാധനങ്ങൾ മേടിക്കാം, ഗ്രോസറി ഷോപ്പിംഗ്.
കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ കണ്ട ഒരു റെസിപ്പി ട്രൈ ചെയ്യുവാണ്. അതായത് നല്ലപോലെ പ്രോട്ടീനും വിറ്റമിൻസും ഒക്കെ അടങ്ങുന്ന ഒരു ദോശ, ഒരു വെറൈറ്റി മുട്ട ദോശയും പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയും. പരൂട്ടനാണ് കുക്ക് ചെയ്യുന്നത്, അറിയത്തില്ല. പരൂട്ടൻ പെട്ടെന്ന് തന്നെ ഇപ്പം എല്ലാം ഞാൻ ഇങ്ങ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ചടപടപടയിൽ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. നമുക്ക് ക്യാച്ചപ്പ് ചെയ്യാൻ നോക്കാം. ഞാനിപ്പം എൻ്റെ സ്ഥിരം പരിപാടിയായ ക്ലീനിങ് ആണ്. അരൂട്ടനെ ക്ലീൻ ചെയ്ത് സഹായിക്കുക എന്നുള്ളൊരു ജോലി മാത്രമേ എനിക്കുള്ളൂ. സോ അരൂട്ടൻ തകൃതിയായിട്ട് പ്രോട്ടീൻ ദോശയും ചിക്കൻ കറി ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു എൻ്റെ സ്ഥിരം ഡ്രിങ്ക് ഉണ്ടാക്കാനും. അതായത് എല്ലാ ദിവസവും ഞാൻ ഒന്നെങ്കിൽ എപ്പോഴെങ്കിലും കുടിക്കാറുള്ള ഡ്രിങ്കാണ്. അതായത് ഞാൻ വെയ് പ്രോട്ടീൻ ഇടാറുണ്ട്, പിന്നെ പാല്, അതായത് ക്രീം, നമ്മുടെ സാധാ ഡബിൾ ക്രീം അല്ല, ഇതിപ്പോൾ സിംഗിൾ ക്രീമാണ്. പിന്നെ അവക്കാഡോ, ഒരു അവക്കാഡോ ഇടാറുള്ളൂ. കാരണം ഞാനിപ്പോൾ രാവിലെ ഒരു അര അവക്കാഡോ കഴിച്ചായിരുന്നു. അപ്പം ഒരു അവക്കാഡോ ആണ് ഒരു ദിവസം ഞാൻ കഴിക്കുന്നത്. പിന്നെ ഉള്ളത് ഒരു അരപ്പഴം അല്ലെങ്കിൽ ഒരു പഴം. ഇത്രയാണ് എൻ്റെ പ്രോട്ടീൻ റിച്ച് ഡ്രിങ്കിൽ വരുന്ന ഐറ്റംസ് എന്ന് പറയുന്നത്. അപ്പം ആ ഡ്രിങ്ക് മേക്ക് ചെയ്യാം. അപ്പോൾ എൻ്റെ അവക്കാഡോ മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. വിത്ത് വെയ് പ്രോട്ടീനും ബാക്കി സാധനങ്ങളൊക്കെ ഇട്ടുകൊണ്ട് കുറച്ച് റിച്ച്നെസ്സും ഉണ്ട്. അപ്പം എന്തായാലും എനിക്ക് അവക്കാഡോ പൊതുവെ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ എല്ലാ ദിവസവും അവക്കാഡോ തിന്നാലും എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാനിത് ഫിനിഷ് ചെയ്യട്ടെ. അപ്പോഴത്തേക്ക് അരൂട്ടൻ ലഞ്ച് പ്രിപ്പയർ ചെയ്ത് കഴിയും. സോ അപ്പം നമുക്ക് അത് കഴിഞ്ഞിട്ട് ലഞ്ച് കഴിക്കാം.